കൊച്ചിയിൽ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫുഡ് സ്പോട്സിൽ പോകുക, ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുക, മെറൈൻ ഡ്രൈവിൽ പോകുക, ഫോർട്ട് കൊച്ചി പോകുക, അല്ലെ വാട്ടർ മെട്രോയിൽ കയറുക, ഇതൊക്കെയല്ലേ? എൻ്റെ തലയിൽ എന്താ വന്നതെന്നറിയാവോ? എങ്ങനെയെങ്കിലും സെൻട്രൽ സ്ക്വയർ മാളിൽ പോവുക, മിസ്റ്റർ ഡി എ വൈയിൽ കയറുക, കുറേ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക. അതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. എനിക്ക് ലുലുവിൽ പോലും കയറണമെന്നില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയത് കാരണം 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതായത് 2 ദിവസം അവിടെ ഫുള്ള് നിൽക്കുക, മൂന്നാമത്തെ ദിവസം 3:30 ആകുമ്പോൾ തിരിച്ചു വരിക. അതായിരുന്നു പ്ലാൻ. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ലുലുവിൽ ചെന്ന് കയറി കൊടുത്തു. അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഒറ്റ സാധനം എടുക്കാൻ കിട്ടാത്ത കാരണം 2-3 മണിക്കൂർ അതിൻ്റെ മൊത്തം നട്ടം തിരിഞ്ഞ് കറങ്ങിയിട്ട് കാലുവേദനയായിട്ട് തിരിച്ചു വരേണ്ടി വന്നു. രണ്ടാമത്തെ ദിവസമാണെങ്കിൽ സൺസെറ്റ് കാണാനാണെന്നും പറഞ്ഞ് ഫോർട്ട് കൊച്ചി കൊണ്ടുപോയി. അവിടെ സൺസെറ്റ് പോയിട്ട് സണ്ണിനെ പോലും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാവിലെയായി. അപ്പോൾ രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോപ്പിംഗ്, അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 3:30 ട്രെയിൻ പിടിക്കാമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി വന്നപ്പോഴത്തേക്കും 12 മണിയായി. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ, 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മാളിലെത്തി. അങ്ങനെ മിസ്റ്റർ ഡിയവയിൽ കയറി പതുക്കെ ഷോപ്പിംഗ് തുടങ്ങി. അപ്പോഴും 3 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിലെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ മാളിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ പെട്ടെന്ന് റൂമിലെത്തിയാൽ അവിടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ആയത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാമല്ലോ. അതായിരുന്നു പ്ലാനിങ്. അങ്ങനെ ഒരു 1:30 ആയപ്പോഴത്തേക്ക്, അതുവരെ ഞങ്ങൾ പതുക്കെയാണ് ഷോപ്പ് ചെയ്യുന്നത്. 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, പണി കിട്ടി, ഇന്ത്യൻ റെയിൽവേ ചതിച്ചു, 3:30 വരാനിരുന്ന ട്രെയിൻ ഇനി 5:30 വരത്തുള്ളൂ, ലാഗാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഞങ്ങൾ നേരത്തെ വരുമെന്ന് വിളിച്ച് പറഞ്ഞ കാരണം തന്നെ 2:30 ഒരു ട്രെയിൻ ഉണ്ട്, അതിന് നമുക്ക് പോകേണ്ടി വരുമെന്ന്. തീർന്നില്ലേ, പിന്നെ നിന്ന നിപ്പിലൊരു ഓട്ടമായിരുന്നു. കൈ കിട്ടിയ ഫ്ലവർ വേസ് എല്ലാം കൂടി എടുത്ത് പാക്ക് ചെയ്ത് അവിടെ ചെന്നപ്പം ഫ്ലവർ വേസിന് വേറെ പ്രൈസ്, ഫ്ലവറിന് വേറെ പ്രൈസ്. അത് കേട്ടപ്പോൾ എനിക്ക് ആക്ച്വലി സമാധാനമായി, കാരണം അതിൽ പല ഫ്ലവേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓടിപ്പോയി അതെടുത്ത് മാറ്റിയിട്ട് വേറെ ഫ്ലവേഴ്സ് പകരം എടുത്തു. അങ്ങനെ ഫൈനലി ഇതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.